ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് LDF. മരണത്തിൽ അസ്വാഭാവികതയെന്നും പുനരന്വേഷണം വേണമെന്നും ശിവഗിരി മഠാധിപതി പ്രകാശാനന്ദ. അതേസമയം അന്വേഷണ വിഷയത്തിൽ BJP രണ്ട് തട്ടിലാണ്. പുനരന്വേഷണത്തിന് ഇപ്പോൾ സാധ്യതയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തെക്കുറിച്ചുള്ള വിവാദ വെളിപ്പെടുത്തലിൽ ഇന്നും നിരവധി പ്രതികരണങ്ങളാണ് ഉണ്ടായത്. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ പുനരന്വേഷണം വേണമെന്ന് LDF ആവശ്യപ്പെട്ടു. വിവിധ രീതിയിലുള്ള തെളിവുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യം, അത് തെളിവാണോ വസ്തുതയാണോ എന്നറിയണമെങ്കിൽ അത് അന്വേഷിക്കണം. അന്വേഷണം വേണം, അത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നടത്തണം എന്ന കാര്യത്തിലാണ് ഞങ്ങൾക്ക് അഭിപ്രായം. സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഇവിടെ നല്ല റൗണ്ടായിട്ട് ഒരു അടയാളവും കിടപ്പുണ്ട്. വ്യക്തതകൾ മാറാൻ ഒരു പുനരന്വേഷണം അല്ലെങ്കിൽ ഒരു CBI അന്വേഷണം ആവശ്യമുണ്ടെന്ന് സ്വാമിക്ക് തോന്നുന്നുണ്ട്. ആവശ്യം എല്ലാവർക്കും ഉണ്ട്, എനിക്ക് തന്നെ എല്ലാവർക്കും ആവശ്യമുണ്ട്. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ പുനരന്വേഷണം വേണമെന്ന് പിണറായി വിജയനും ആവശ്യപ്പെട്ടു. ഇപ്പോൾ അതുമായെല്ലാം നേരിട്ട് അറിയാവുന്നവർ പരസ്യമായി പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ സമഗ്രമായ പുനരന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അതേസമയം ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. അതേസമയം പുനരന്വേഷണ വിഷയത്തിൽ BJPയിൽ ഭിന്നത രൂക്ഷമാണ്. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ പുനരന്വേഷണം വേണമെന്ന് ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടപ്പോൾ പുനരന്വേഷണം വേണ്ട എന്നായിരുന്നു O രാജഗോപാലിന്റെ പ്രതികരണം. ആക്ഷേപമുള്ള ആളുകളുണ്ടെങ്കിൽ അവരവരുടെ തെളിവുകൾ കുറ്റാന്വേഷണ സംവിധാനത്തിന് കൊടുക്കുക, അല്ലെ ഗവൺമെൻറ് സംവിധാനത്തിന് കൊടുക്കുക, അല്ല അന്വേഷണത്തിലൂടെ അവർക്ക് തെളിവുകളുണ്ട്, അവർ തെളിവ് കൊടുക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം വേണം. ആക്ഷേപത്തിൻ്റെ കാര്യത്തിൽ നിയമാനുസൃതമായ അന്വേഷണം വേണമെന്ന ഉള്ള വാദഗതികളുണ്ടാവും. ഈ 3 വാദഗതികളും ഇക്കാര്യത്തിൽ യോജിച്ചിരിക്കുകയാണ്. നിലവിൽ പുനരന്വേഷണത്തിന് സാധ്യതയില്ലെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. പീപ്പിൾ എക്സ്ക്ലൂസീവ് വെള്ളാപ്പള്ളിയെ പുറത്താക്കാൻ ശാശ്വതീകാനന്ദ തീരുമാനിച്ചിരുന്നുവെന്ന് പുതിയ വെളിപ്പെടുത്തൽ. SNDP ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന ഡോക്ടർ വിജയന്റേതാണ് വെളിപ്പെടുത്തൽ. വെള്ളാപ്പള്ളിയുടെ സാമ്പത്തിക ക്രമക്കേട് ശാശ്വതീകാനന്ദയ്ക്ക് ബോധ്യപ്പെട്ടിരുന്നു. അധികാരം പിടിച്ചെടുക്കാൻ വെള്ളാപ്പള്ളി ശ്രമിച്ചിരുന്നതായും ശാശ്വതീകാനന്ദ മനസ്സിലാക്കിയിരുന്നു. റിട്ടയർഡ് ജസ്റ്റിസ് സുകുമാരനെ SNDP പ്രസിഡന്റാക്കാനും വക്കം പുരുഷോത്തമനെ ജനറൽ സെക്രട്ടറിയാക്കാനുമായിരുന്നു ശാശ്വതീകാനന്ദ ശ്രമിച്ചിരുന്നതെന്നാണ് വെളിപ്പെടുത്തൽ. 23 വർഷം SNDP ഡയറക്ടർ ബോർഡ് അംഗവും 18 വർഷം SN ട്രസ്റ്റ് അംഗവുമായ ഡോക്ടർ വിജയന്റേതാണ് നിർണായക വെളിപ്പെടുത്തൽ. SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ മാറ്റാൻ ശാശ്വതീകാനന്ദ സ്വാമി ആലോചിച്ചിരുന്നു. ദുബായിലേക്ക് ഒരുമിച്ചുള്ള യാത്രയ്ക്ക് തൊട്ടുമുമ്പ് സ്വാമി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു. ഇത് വെള്ളാപ്പള്ളി നടേശന് അറിയാമായിരുന്നുവെന്നും ഡോക്ടർ വിജയൻ വെളിപ്പെടുത്തി. ശാശ്വതാനന്ദ സ്വാമി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ SNDPയുടെയും SN ട്രസ്റ്റിൻ്റെയും ഏകദേശം നല്ലൊരു കൺട്രോളും ഒരു നിയന്ത്രണവും ശാശ്വതാനന്ദ സ്വാമിയുടെ കയ്യിലായിരുന്നു. സ്ഥാനാർത്ഥികളെ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന കാര്യത്തിലായിരുന്നാലും ഈ കണക്കുകളുടെ കാര്യത്തിലായിരുന്നാലും ഒക്കെ സ്വാമി ഇടപെട്ടിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ശാശ്വതാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആൾക്കാരെ സംഘടിപ്പിച്ചിരുന്നു എന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു റിട്ടയർഡ് ജഡ്ജി സുകുമാരൻ സാറിനെയും ശ്രീ വക്കം പുരുഷോത്തമനെ പ്രസിഡൻ്റായിട്ടും ഇദ്ദേഹത്തിന് സെക്രട്ടറി ആയിട്ടുമൊക്കെ നിർത്തി മത്സരിപ്പിച്ച് വെള്ളാപ്പള്ളി നടേശൻ സാറിനെ പുറത്താക്കാനായിട്ട് ശാശ്വതാനന്ദ സ്വാമികൾ ശ്രമിച്ചിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അറിയാം, അദ്ദേഹത്തിനും അറിയാമായിരുന്നു. ദുബായിൽ നിന്നും ശാശ്വതീകാനന്ദ പെട്ടെന്ന് തിരിച്ചെത്തിയതിൽ SNDP നേതൃത്വത്തിൻ്റെ വിശദീകരണം തൃപ്തികരമല്ല. അന്ന് അദ്ദേഹം പറഞ്ഞത് സാങ്കേതികമായിട്ട് അവിടെ ഒരു ഹിന്ദു സന്യാസിക്ക് സ്വതന്ത്രമായിട്ട് നടന്ന് പ്രചരണം നടത്താനും സന്ദർശനത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. ഒരു ചാനലിൻ്റെ ചർച്ചയിൽ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് ഇന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് 2 കല്യാണങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ സന്ദർശനം മതിയാക്കി തിരിച്ചു വന്നതെന്നാണ് തുഷാർ ഇപ്പോൾ പറയുന്നത്. ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ സ്വാമി ദുഃഖിതനായിരുന്നു. ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഒരു 2-3 ദിവസം മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ കണ്ടിരുന്നു. മുട്ടട അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം സാധാരണ ക്ലീൻ ഷേവ്, മുടിയും ക്ലീനായിട്ട് ഷേവ് ചെയ്തിരിക്കുന്നയാൾ അല്പം ഷേവ് ചെയ്യാതെ കുറച്ച് താടി മീശയൊക്കെ അല്പം വളർന്ന ഒരു രീതിയിലാണ് ഞാൻ അന്ന് കണ്ടത്. ശാശ്വതീകാനന്ദയുടെ മരണത്തിന് ശേഷം മഠത്തിൽ മറ്റു ചില ദുരൂഹ മരണങ്ങളും ഉണ്ടായതായി വിജയൻ പറയുന്നു. SNDPയിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഉറച്ച അനുയായിയായാണ് ഡോക്ടർ വിജയൻ അറിയപ്പെട്ടിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
വെള്ളാപ്പള്ളി നടേശന്റെ അനധികൃത സ്വത്തുക്കളുടെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. എസ്എൻ ട്രസ്റ്റ് മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി കിളിമാനൂർ ചന്ദ്രബാബുവാണ് തെളിവുകൾ പീപ്പിൾ ടിവിയിലൂടെ പുറത്തുവിട്ടത്. വെള്ളാപ്പള്ളിക്കും തുഷാറിനും UAE-യിലും തായ്ലൻഡിലെ പട്ടായയിലും ഫ്ളാറ്റുകളുള്ളതായി രേഖകൾ. കോളേജ് പ്രവേശനത്തിന് കോഴ വാങ്ങിയതിനും തെളിവുകൾ പുറത്തുവന്നു. എസ്എൻ ട്രസ്റ്റ് മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി കിളിമാനൂർ ചന്ദ്രബാബു പീപ്പിൾ ടിവിയിലൂടെയാണ് വെള്ളാപ്പള്ളി നടേശന്റെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും അനധികൃത സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത്. വിവിധ വിദേശ രാജ്യങ്ങളിൽ ഇരുവർക്കും ഒട്ടേറെ സ്വത്തുക്കളുണ്ടെന്ന് കിളിമാനൂർ ചന്ദ്രബാബു പറഞ്ഞു. തായ്ലൻഡിലെ പട്ടായയിൽ തുഷാറിന്റെ ഉടമസ്ഥതയിലുള്ള 2 ഫ്ളാറ്റുകളുടെ ഫോട്ടോകളും അദ്ദേഹം പുറത്തുവിട്ടു. ഇന്ത്യക്ക് പുറത്ത് UAE-യിൽ വിവിധ സ്ഥലങ്ങളിലായി 1,00,000 സ്ക്വയർ ഫീറ്റ് വീതം വരുന്ന വിവിധ പ്ലോട്ടുകൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വെയർ ഹൗസ് ചെയ്യാനൊക്കെ അപ്ലൈ ചെയ്യുവാനുള്ള പ്രോസസ്സിങ്ങിലാണ് നടന്നുകൊണ്ടിരുന്നത്. ബാങ്കോക്കിൽ പട്ടായ് ബീച്ചിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ വേശ്യാലയമാണ്. ആ വേശ്യാലയത്തിൽ ഏതാണ്ട് 2 ബിൽഡിങ്ങുകളിലായി 3 ഫ്ലാറ്റ് വാങ്ങി. SN കോളേജുകളിൽ പ്രവേശനത്തിന് ഡൊണേഷൻ വാങ്ങാറില്ലെന്ന വെള്ളാപ്പള്ളി നടേശന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളും കിളിമാനൂർ ചന്ദ്രബാബു പുറത്തുവിട്ടു. വിവിധ കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായി ലക്ഷക്കണക്കിന് രൂപ വാങ്ങി പിന്നീട് അതിന്റെ വിവരങ്ങൾ രേഖകളിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നുവെന്ന് ചന്ദ്രബാബു പറയുന്നു. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അഡ്മിഷനിലൂടെയും അപ്പോയിൻമെന്റിലൂടെയും വന്നുകൊണ്ടിരിക്കുന്ന കോടികൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബത്തിലെയും അദ്ദേഹത്തിൻ്റെ സ്വന്തം മുതലാക്കിയും മാറ്റുവാൻ വേണ്ടി മാത്രമാണ് വിനിയോഗിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും കിളിമാനൂർ ചന്ദ്രബാബു പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതെ സ്വാമി ശാശ്വതീകാനന്ദയുടെ സന്തത സഹചാരിയായിരുന്ന സാബു. ശാശ്വതീകാനന്ദയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് സാബുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നായിരുന്നു മറുപടി. സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നെങ്കിലും സുപ്രീം കോടതിയിൽ ലക്ഷങ്ങൾ പ്രതിഫലം പറ്റുന്ന അഭിഭാഷകരെ ഏർപ്പെടുത്തി പരിശോധനയിൽ നിന്ന് സാബു ഒഴിവായത് ദുരൂഹത ഉണർത്തിയിരുന്നു. സ്വാമി ശാശ്വതീകാനന്ദയുടെ ദുരൂഹമരണം നടന്ന് 13 വർഷം പിന്നിടുമ്പോഴാണ് സന്തത സഹചാരിയായിരുന്ന സാബുവിന്റെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത്. സ്വാമിയുടെ മരണത്തിന് മുമ്പ് ഒപ്പമുണ്ടായിരുന്നത് സാബുവായിരുന്നു. സാബുവിനെ 2 ദിവസമായി നേരിൽ കാണാൻ ശ്രമിച്ചുവെങ്കിലും ഇതുവരെ കഴിഞ്ഞില്ല. വർക്കല ബീച്ചിലെ ഒരു ഹോട്ടലിൽ മാനേജറാണ് സാബു ഇപ്പോൾ. ഹോട്ടലിലും വീട്ടിലും അന്വേഷിച്ചുവെങ്കിലും ഇല്ലെന്നായിരുന്നു മറുപടി. ടെലിഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ സാബുവിന്റെ മറുപടി ഇങ്ങനെ. ഹലോ സാബു ചേട്ടനല്ലേ? സാബു ചേട്ടനല്ലേ? ചേട്ടാ, ഞാൻ ദിനകരാണ്, കൈലി ടിവിയുടെ റിപ്പോർട്ടറാണ്. സോറി, ഞാൻ ഇച്ചിരി തിരക്കിലാണ്. ആണോ? വണ്ടി പോയി. സാബു ചേട്ടനല്ലേ? കേസിൽ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് അനുമതി നൽകിയിരുന്നു. എന്നാൽ സുപ്രീം കോടതിയെ സമീപിച്ച് സാബു നുണപരിശോധനയിൽ നിന്ന് ഒഴിവായി. ലക്ഷങ്ങൾ പ്രതിഫലം പറ്റുന്ന അഭിഭാഷകരെ എത്തിച്ചാണ് നുണപരിശോധന ഒഴിവാക്കിയത്. സാമ്പത്തിക പരാധീനത ഉണ്ടായിരുന്ന സാബുവിന് ലക്ഷങ്ങൾ ആര് നൽകി എന്നത് ദുരൂഹം. സ്വാമി മരിച്ച ഉടൻ തന്നെ ആലുവയിലെ സംഭവസ്ഥലത്ത് നിന്ന് സാബു മാറിയതും സംശയമുണർത്തിയിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകാനായിരുന്നു ഇതെന്നാണ് ആക്ഷേപം. സ്വാമിയുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സാബു കടത്തിയതായും ആരോപണമുണ്ട്. അതേസമയം സ്വാമിയുടെ മരണത്തിൽ പങ്കുണ്ടെന്ന ആക്ഷേപമുയർന്ന പ്രിയൻ 2 ദിവസമായി അപ്രത്യക്ഷനാണ്. എറണാകുളം പള്ളുരുത്തിയിലെ വീട് അടഞ്ഞുകിടക്കുകയുമാണ്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കൊച്ചി. ശാശ്വതീകാനന്ദയുടേത് ജലസമാധിയല്ല കൊലപാതകമെന്ന് സന്തത സഹചാരിയായിരുന്ന ബിജു പപ്പൻ പീപ്പിൾ ടിവിയോട്. സ്വാമിയുടെ ദുരൂഹ മരണത്തെക്കുറിച്ച് സാബുവിന് എല്ലാം അറിയാമെന്നും ബിജു പപ്പൻ വെളിപ്പെടുത്തി. ശാശ്വതീകാനന്ദ കുളിക്കാൻ പോയപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് സാബുവാണെന്നും ബിജു പപ്പൻ. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണം ജലസമാധി എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ സംഭവം നടന്ന ആലുവ അദ്വൈതാശ്രമത്തിലെത്തി കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കൊലപാതകമാണെന്ന നിഗമനത്തിലെത്താൻ സാധിച്ചതെന്ന് ശിവഗിരി യുവജനവേദി മുൻ ചെയർമാനും സ്വാമി ശാശ്വതീകാനന്ദയുടെ സന്തത സഹചാരിയുമായ ബിജു പപ്പൻ പറയുന്നു. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഉള്ളപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സന്യാസി കുളിക്കാൻ, സ്വാമിജിയെ നടക്കാനോ ഇരിക്കാനോ യാത്ര ചെയ്യാനോ സമ്മതിക്കാതെ ശുപാർശക്കാരും അല്ലാത്തവരും സ്വാമിയെ പരിചയപ്പെടാനും എല്ലാവരും ഉള്ളപ്പോൾ ഈ സാബുവിനെ മാത്രം എന്തുകൊണ്ട് സ്വാമിയുടെ കൂടെ വിട്ടു? അപ്പം സാബുവിൻ്റെ നിലവിളി കേട്ടാണ് ബാക്കിയുള്ളവർ ഓടിയെത്തിയത്. സുഖമില്ലാത്ത റോയി പോലും അവിടെ ഈ സാബുവിൻ്റെ നിലവിളി കേട്ട് ഓടി വെള്ളത്തിലോട്ട് ചാടുമ്പം സ്വാമി ഒഴുകിപ്പോയി എന്നൊരു വിളി വരികയാണ്. ഈ സ്വാമി ഒഴുകിപ്പോയി എന്നാരാണ് വിളിച്ചത്? സാബുവിനെ ചോദ്യം ചെയ്താൽ എല്ലാം പുറത്തു വരുമെന്നും ബിജു പപ്പൻ വ്യക്തമാക്കി. അന്വേഷിക്കുമ്പോൾ
ഈ സാബു അല്ലാതെ ആ സമയത്ത് അവിടെ ഇടതുപക്ഷവും വലതും എന്ന് വെച്ചാൽ ലെഫ്റ്റും റൈറ്റും വളരെ ക്ലിയറായി കാണുന്ന സ്ഥലമാണ് ഈ കുളിക്കടം. സ്വാമിജി കുളിക്കാനിറങ്ങുന്ന പടിക്കെട്ടിൻ്റെ ഇടതുഭാഗവും വലതുഭാഗവും മുകളിൽ നിന്ന് നോക്കുന്ന എല്ലാവർക്കും കാണാം. അപ്പോൾ സാബു അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം പ്രിയനല്ല, ഇനി ആരായാലും സാബുവിനറിയാമല്ലോ അവിടെ എന്താണ് സംഭവിച്ചത്. അപ്പോൾ സാബുവിൻ്റെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക, സാബുവുമായി ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടുത്തുക. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തിലെ പുതിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ച കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും മതേതര ആത്മീയ സംഘം ജനറൽ സെക്രട്ടറി കൂടിയായ ബിജു പപ്പൻ ആവശ്യപ്പെട്ടു. ശാശ്വൻ സ്വാമിയെക്കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ നിജസ്ഥിതി ഇവരിൽ എത്തിച്ചേ പറ്റൂ. ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആലപ്പുഴയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ RSP തീരുമാനം. KC വേണുഗോപാലുമായി RSP നേതാക്കൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. അതേസമയം ആലപ്പുഴയിലെ UDF യോഗത്തിൽ നിന്നും രാജൻ ബാബു വിഭാഗം ഇറങ്ങിപ്പോയി. JSSനെ അവഗണിക്കുന്ന DCC പ്രസിഡന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോക്ക്. തൃശൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജന ചർച്ച ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് അലസിപ്പിരിഞ്ഞു. മന്ത്രി CN ബാലകൃഷ്ണന്റെ മകൾ CB ഗീതയെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ചർച്ചയിൽ എതിർപ്പ് രൂക്ഷമായി. മന്ത്രിപുത്രിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ TN പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വത്തിന് പരാതി നൽകി. തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം ഇക്കുറി വനിതാ സംവരണമായതോടെയാണ് മകൾ CB ഗീതയെ മത്സരിപ്പിക്കാൻ മന്ത്രി CN ബാലകൃഷ്ണൻ കരുക്കൾ നീക്കിയത്. പരിചയസമ്പന്നരായ വനിതകളെ മാറ്റി നിർത്തി മന്ത്രിപുത്രിയെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ഐ ഗ്രൂപ്പിനുള്ളിൽ തന്നെ എതിർപ്പുകൾ രൂക്ഷമായിരുന്നു. ഇതിൽ സമവായമുണ്ടാക്കാൻ ചർച്ചകൾ പുരോഗമിക്കവെയാണ് കോൺഗ്രസിനുള്ളിൽ വീണ്ടും പൊട്ടിത്തെറിയുണ്ടായത്. CB ഗീതയെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത് UDFന്റെ വിജയസാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് TN പ്രതാപൻ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ നേതൃത്വത്തിന് പരാതി നൽകിയത്. കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവ താക്കോൽ സ്ഥാനങ്ങളാണെന്നും വിവാദങ്ങളില്ലാത്ത സ്ഥാനാർത്ഥികളെയാകണം മത്സരിപ്പിക്കേണ്ടതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി, KPCC പ്രസിഡന്റ്, ആഭ്യന്തരമന്ത്രി എന്നിവർക്ക് നൽകിയ കത്തിൽ മുൻമന്ത്രി KP വിശ്വനാഥൻ, MP ജാക്സൺ, NK സുധീർ, മുൻ മേയർ K രാധാകൃഷ്ണൻ എന്നിവരാണ് ഒപ്പുവച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക LDF പുറത്തിറക്കി. ജനങ്ങൾക്ക് മികച്ച സേവനവും ക്ഷേമവും ഉറപ്പുവരുത്തുമെന്ന് LDF. മൂന്നാറിലെ തൊഴിലാളി സമരത്തിന് പിന്തുണയുമായി ഈ മാസം 15-ന് LDF MLAമാർ സെക്രട്ടേറിയറ്റ് ധർണ നടത്താനും LDF യോഗ തീരുമാനം. മികച്ച സേവനവും ക്ഷേമവും എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഇക്കുറി പ്രകടന പത്രിക തയ്യാറാക്കിയത്. എല്ലാ വീടുകളിലും കുടിവെള്ളവും വൈദ്യുതിയും എത്തിക്കുക, വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക, ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുക, കുടുംബശ്രീ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, മാലിന്യ സംസ്കരണം മെച്ചപ്പെടുത്തുക, ജൈവ പച്ചക്കറി ഉൽപ്പാദനം വിപുലീകരിക്കുക, കലാലയങ്ങളിൽ വൈഫൈ സംവിധാനത്തിലൂടെ സ്മാർട്ട് വിദ്യാഭ്യാസം നടപ്പിലാക്കുക തുടങ്ങിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു. മികച്ച സേവനവും ക്ഷേമവും എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്ന പൊതു സമീപനമായിരിക്കും LDF സ്വീകരിക്കുക. എല്ലാ വീടുകൾക്കും വൈദ്യുതിയും കുടിവെള്ളവും എത്തിക്കുക എന്നത് അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കുന്ന നടപടി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എത്തിക്കുന്നതിന് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബന്ധമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ അതാത് സ്ഥലത്ത് സ്വീകരിക്കും. തോട്ടം തൊഴിലാളികളുടെ സമരം അടിയന്തരമായി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് LDF യോഗം ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് ഗവർണറെ കാണുമെന്നും അടുത്ത PLC യോഗത്തിൽ തീരുമാനമായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ LDF MLAമാർ ധർണയിരിക്കാനും തീരുമാനമായി. പ്രതിസന്ധിയിലായ കാർഷിക മേഖലയെ രക്ഷപ്പെടുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ലെന്നും LDFൽ വിമർശനമുയർന്നു. VG മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വർഗീയതയ്ക്കെതിരെ ഉമ്മൻചാണ്ടി മൗനം പാലിക്കുന്നത് അപമാനകരമെന്ന് പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിയുടേത് വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ്. RSSനൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിനാണ് ഉമ്മൻചാണ്ടിയുടെ ശ്രമമെന്നും പിണറായി വിജയൻ പറഞ്ഞു. SNDP BJP മൂന്നാം മുന്നണിയുടെ ഗോഡ്ഫാദർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനകൾ ഇത് വ്യക്തമാക്കുന്നതായും VS അച്യുതാനന്ദൻ പ്രതികരിച്ചു. SNDP എന്ന മതേതര പ്രസ്ഥാനത്തെ RSSന് അടിയറ വയ്ക്കാനുള്ള നീക്കം ശ്രീനാരായണീയർ ചേർത്ത് തോൽപ്പിക്കുമെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ശിവസേനയുടെ ഭീഷണി. മുംബൈയിൽ വെച്ച് നടക്കാനിരിക്കുന്ന പരിപാടി റദ്ദാക്കണമെന്ന് കാണിച്ച് ശിവസേന സംഘടനാ അധികൃതർക്ക് കത്തയച്ചു. ലഷ്കർ ക്യാമ്പുകൾക്ക് നേരെ വ്യോമാക്രമണത്തിന് ഇന്ത്യ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകൾ മുൻ പാക് മന്ത്രിയുടെ പുസ്തകത്തിൽ ഉണ്ട്. ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ രാവിലെ 6 മണിക്ക് ആരംഭിക്കും. 49 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. ബീഹാറിൽ വിജയം നേടുമെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി അസത്യം പ്രചരിപ്പിക്കുകയാണെന്നും നിതീഷ് കുമാർ കുറ്റപ്പെടുത്തി. സമരച്ചൂടിൽ മൂന്നാർ. സംയുക്ത ട്രേഡ് യൂണിയന്റെയും പെമ്പിളൈ ഒരുമയുടെയും സമരം പുരോഗമിക്കുകയാണ്. ട്രേഡ് യൂണിയന്റെ രാപ്പകൽ നിരാഹാര സമരം 10ാം ദിവസത്തിലും ശക്തമായി തുടരുന്നു.
കേന്ദ്ര സർക്കാരിന്റെ വർഗീയ അജണ്ടകൾക്കെതിരെ ദില്ലിയിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെയും പൗരാവകാശ സംഘടനകളുടെയും നേതൃത്വത്തിൽ വൻ പ്രതിഷേധം. വർഗീയത ആളിക്കത്തിക്കുന്ന പരാമർശങ്ങൾ നടത്തിയ കേന്ദ്രമന്ത്രി മഹേഷ് ശർമ്മ, BJP MLA സംഗീത് സോം എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടയുകയും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ദിവസങ്ങളായി വയനാട് കാട്ടിക്കുളം മേഖലയിലെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലിയെ വനം വകുപ്പ് കെണിയിലാക്കി. കാട്ടിക്കുളം ആനപ്പാറയ്ക്കടുത്ത് ഇന്ന് പുലർച്ചെയാണ് 5 വയസ്സ് പ്രായമുള്ള ആൺപുലി അകപ്പെട്ടത്. 2 ദിവസം മുൻപാണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. 2 മാസത്തോളമായി പുലി ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരുന്നു. വനാതിർത്തിയോട് ചേർന്നായിരുന്നു വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്.